ഹലോ, മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി വട്ടയപ്പമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട്, അതായത് നമ്മൾ അരി അരച്ച് ഇത്ര മണിക്കൂറുകൾ പുളിക്കാൻ വേണ്ടി വെക്കണം, അങ്ങനെയുള്ള ഒരു സംഭവമില്ല. അരയ്ക്കുന്നു, ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. അപ്പോൾ ഇതൊരു സാധാരണ വട്ടയപ്പമല്ല. ഇതിൽ നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളെ പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വിദ്യയാണ് ഇത്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി, നമ്മൾ ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി 5 മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ കപ്പിന് 1 കപ്പ്, അതായത് 250 ml. അപ്പോൾ 250 ml തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾ ഏത് കപ്പിനാണോ ഇതൊക്കെ സാധനങ്ങൾ എടുക്കുന്നത് അതേ അളവിൽ ബാക്കി ഇൻഗ്രീഡിയൻസും എടുക്കണമെന്നേ ഉള്ളൂ. 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ. നിങ്ങൾക്ക് കുമ്പളങ്ങയ്ക്ക് പകരം വേണമെങ്കിൽ വെള്ളരിക്ക എടുക്കാം, മത്തങ്ങ എടുക്കാം, പിന്നെ പഴുക്കാറായ ഓമയ്ക്ക ഉണ്ടല്ലോ, പപ്പായ, അത് വേണമെങ്കിൽ എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പച്ചപ്പപ്പായ വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ചെത്തി കഴുകി വൃത്തിയാക്കി പീസാക്കിയ കുമ്പളങ്ങ. ഇനി ചേർക്കുന്നത് നമ്മൾ ഏത് കപ്പിനാണോ അരി എടുത്തത് അതേ കപ്പിന് 1 കപ്പ് തേങ്ങ. ഇനി ഏലക്കാടെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായിട്ടിടാം, 4-5 ഏലക്ക ഇടാം. പിന്നെ ലേശം ഒരു 2 നുള്ള് പട്ട പൊടിച്ചതും. അപ്പൊ ഇത് രണ്ടും കൂടെ പൊടിച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇനി ഇത് അരയ്ക്കാൻ ഞാൻ എടുക്കുന്നത് ശർക്കര വെള്ളമാണ്. ശർക്കര നിങ്ങളുടെ മധുരം അനുസരിച്ച് എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചക്കര എടുക്കാം, കരിപ്പോട്ടി. ഇതുമല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും എടുക്കാം. ഞാനിപ്പോ ശർക്കര എടുത്തേക്കുന്നത്. അപ്പൊ കല്ലും മണ്ണും ഒക്കെയുള്ള ശർക്കരയാണെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി അത് അലിയിച്ച ശേഷം അരിച്ചെടുക്കണം. ആദ്യം തന്നെ ഒത്തിരി ഒഴിക്കേണ്ട, കാരണം നമുക്ക് ഈ കുമ്പളങ്ങയുടെ വെള്ളവും ഇറങ്ങും. അതനുസരിച്ച് ശർക്കരയുടെ വെള്ളം ആദ്യം ഒഴിക്കാവൂ. ഒത്തിരി വെള്ളമാക്കി ശർക്കര വെള്ളം എടുക്കണ്ട, കാരണം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമാക്കിയാൽ നമ്മൾ വെള്ളം കൂടിപ്പോയാൽ ആ ശർക്കര വെള്ളം ഒഴിക്കാൻ പറ്റില്ല, നമുക്ക് ആവശ്യത്തിലുള്ള മധുരം കിട്ടില്ല. ഇനി നമുക്കിത് ദോശക്കൊക്കെ അരയ്ക്കുന്ന കണക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ അഴുക്കും പൊടിയും ഒന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ അരയ്ക്കുന്നതിനകത്ത് ഈ ശർക്കര പൊടിയായിട്ട് അരിഞ്ഞിട്ട് അരച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാക്കൊത്ത്, സവോള കുറച്ച് ഫ്രൈ ചെയ്തത്. ഈ സവോള ഞാൻ ചെയ്തത് സവോള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ലേശം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. ഇനി കുറച്ച് കപ്പലണ്ടി. അപ്പോൾ ഈ കപ്പലണ്ടി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമില്ല. അതിന് പകരം അണ്ടിപ്പരിപ്പ് ചേർക്കാം, ബദാം ചേർക്കാം. ഇനി ചേർക്കുന്നത് കുറച്ച് ഉണക്ക മുന്തിരി, ഒരു 2 നുള്ള് ഉപ്പ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് ഒത്തിരി അങ്ങ് വെള്ളമാവല്ലേ. അപ്പൊ ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ ഇഡലി പാത്രത്തിലാണ് വേവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ കംഫർട്ട് അതിൽ വേവിക്കാം. അപ്പൊ മാവ് ഒഴിക്കാനുള്ളത് ഒന്ന് ആവി കയറ്റാൻ വേണ്ടി ഇച്ചിരി എണ്ണ പുരട്ടി ഞാൻ വെച്ചായിരുന്നു. എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിൽ തേക്കാം. അപ്പൊ പാത്രം വലുതോ ചെറുതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഏത് പാത്രം എടുത്താലും അത് തുളുമ്പെ ഒഴിക്കരുത്, ഒരു 1/4 പരുവം അത്രയും മതി. അപ്പൊ ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇച്ചിരി വെക്കുന്നേ ഉള്ളേ. ഇനി നടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിക്കാം. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞു. ആദ്യത്തെ 20 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലും ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് ഇട്ടത്. കുറച്ചുകൂടെ വേവാനുണ്ട്, നമുക്ക് അടച്ചു വെക്കാം. ഇനിയിപ്പോ ഞാൻ തീ മീഡിയമിലായിട്ടേക്കുന്നേ. ഇപ്പോൾ രണ്ടാമത് നമ്മൾ അടച്ചു വെച്ചിട്ട് മീഡിയം തീയിൽ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ടൈം തന്നെ ആവണമെന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ തീ കൂട്ടിയും കുറച്ചും വെക്കുന്നതിലും ഡിപ്പെൻഡ് ആണ് ഇത്. നമ്മളിത് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ ഒട്ടും വെള്ളമയം ഇല്ലാതെ കിട്ടണം, അതാണ് പരുവം. ഇനി ഇത് ലേശം ഒന്ന് തണുത്ത ശേഷം നമുക്ക് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂടോടെ മാറ്റാൻ ശ്രമിക്കരുത്, അത് നന്നായിട്ട് കിട്ടത്തില്ല, ഒട്ടിപ്പിടിക്കും. ഇത്തിരി ഒന്ന് തണുത്തേച്ച് മാറ്റിയാൽ മതി. തണുത്ത ശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇതേ ഒട്ടും ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല, നല്ല കറക്റ്റായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റിയേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്, കണ്ടോ. നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയതല്ലേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.